ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് പതിവ് പോലെ നമുക്ക് തുടങ്ങാം. ഹാപ്പിനെസ് മാസ്റ്ററുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം അത് ഫ്രീ സെഷൻസ് ആയാലോ പെയ്ഡ് സെഷൻ ആയാലോ മെഡിറ്റേഷൻസുകളായാലോ യോഗ ആയിക്കഴിഞ്ഞാലോ വെൽത്ത് ക്ലാസ്സുകളായി കഴിഞ്ഞാലോ മൈൻഡ് ട്യൂണിങ് ക്ലാസ്സുകളായി കഴിഞ്ഞാൽ ഏത് ക്ലാസ്സുകളിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സത്യസന്ധമായ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കണ്ട പോലെ അല്ല യഥാർത്ഥത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് നമുക്കില്ലാതെ പോയതാണ്, അല്ലെങ്കിൽ ഈ യഥാർത്ഥ കാഴ്ചപ്പാട് നമുക്കില്ലാതെ പോയതാണ് നമ്മുടെ ജീവിതത്തെ ഇത്രയും കണ്ട് വിഷയത്തിൽ എത്തിച്ചതെന്ന് നിങ്ങൾ എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ടോ? ശരിയാണോ ഞാൻ പറഞ്ഞു? എഗ്രി ആണോ? എഗ്രി ഒന്ന് ടൈപ്പ് ചെയ്തൊക്കെ എല്ലാവരും. എഗ്രി ചെയ്തവർ മാത്രം. ഇത് നോട്ട് എഗ്രി ആണ്, നോട്ട് എഗ്രി അങ്ങനെയൊന്നുമില്ല. സാധനം അത്ര വ്യത്യസ്തമായിട്ട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ. എഗ്രി ആണെങ്കിൽ എഗ്രി ഒന്ന് ടൈപ്പ് ചെയ്തോ നോക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. PhD വരെ പഠിച്ച ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ PhD എന്ന് വെച്ചാൽ ഒരു ഹയസ്റ്റ് ഡിഗ്രി ആയതുകൊണ്ട് പറയാണ്. അതുപോലെ പല ലൈഫിലെ പല കാര്യങ്ങളും പല പല കാര്യങ്ങളെയും പല സിറ്റുവേഷനും പല പൊസിഷൻസിലും ഇരുന്ന് പുറത്തിറങ്ങി വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ടീച്ചർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഭാഗമായിട്ടുണ്ട്. ഇനി പറയാം IAS ട്രെയിനിങ്ങിന് പോകുന്ന കുട്ടികളുണ്ട്. IAS പഠിച്ചവർ ഇവിടെ വന്നിട്ടില്ല എന്നുള്ള സത്യമാണ്. ബാക്കിയെല്ലാം IAS കിട്ടിയവർ വന്നിട്ടില്ല എന്നുള്ള കാലത്ത് നാളെ വരും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ IAS എടുത്ത് നിങ്ങളെ കൂടി ഇരിക്കാം. വിഷയമില്ല, പറ്റുകയാണെങ്കിൽ നോക്കാം. ഒരു പ്രതീക്ഷ. ശരി. അപ്പോൾ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് ഇത്രയൊക്കെ നമുക്ക് അറിവുണ്ടായിട്ടും ലൈഫിനെ പറ്റിയിട്ടുള്ള ചില സത്യങ്ങളെ നമുക്ക് അറിയാതെ പോയി എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും അത് പഠിക്കാൻ പറ്റിയില്ല? ചില സത്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം ഇന്നലെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു ലൈവായിട്ട് ഇന്നലെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ് നമ്മുടെ വെൽത്ത് എനർജി ടെസ്റ്റ്. ഇതുപോലെ മൈൻഡ് എനർജിയൊക്കെ വേറെ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാം ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ നമ്മുടെ കൊച്ചി പ്രോഗ്രാമിൽ കൃത്യമായി ഇത് ചെയ്യാൻ പോകുന്നതാണ്. 1 തീയതി ശേഷം കൊച്ചി പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഞാൻ കുറേ അലൈൻമെന്റ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. എനർജി ഓരോ ആളുടെയും കൊച്ചി പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഓരോ ആളുടെയും എനർജി മുമ്പേ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് നിങ്ങൾക്ക് വേണ്ട അടുത്ത സ്റ്റേറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. കൊച്ചി പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എനർജി അലൈൻമെന്റ് മാത്രമാണ് ഇവിടെ പ്രത്യേകിച്ചും ക്ലാസ്സുകൾ നടത്തുക. എനർജി അലൈൻമെന്റ് ആണ്. ഓഗസ്റ്റ് 9 തീയതി കൊച്ചി വെച്ച് നമ്മൾ നടത്തുന്ന ലൈവ് എനർജി അലൈൻമെന്റ് സെഷനാണ്. പക്ഷെ ആ എനർജി അലൈൻമെന്റിന് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ എനർജി എന്താണെന്നും നമ്മൾ നിലവിൽ ഇതുപോലെ ടെസ്റ്റ് നടത്തി കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ഹീലിംഗ് തെറാപ്പികളും മറ്റും വെച്ചുകൊണ്ട് നിങ്ങളുടെ എനർജി എങ്ങനെ ഇന്റേണലി ബൂസ്റ്റ് ചെയ്യാമെന്നും നിങ്ങൾ ഏതൊക്കെ മൊഡാലിറ്റികൾ ഉപയോഗിക്കണം നിങ്ങളുടെ എനർജി സസ്റ്റെയിൻ ചെയ്ത് ഹൈയിലേക്ക് പോകാനുള്ളത് എന്നും, ഹൈയിലേക്ക് പോകാൻ ഓരോ ആൾക്കും വേണ്ട എനർജി വ്യത്യസ്തമായിരിക്കണം. ഇപ്പൊ വീട്ടമ്മയായിരിക്കുന്ന ഒരാളുടെ എനർജിയും ഒരു ബിസിനസ് നടത്തുന്ന ബിസിനസ് ഓണർ എനർജിയും ഒന്നായിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു വീട്ടമ്മയായിരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട എനർജി എന്ന് പറയുന്നതല്ല ഒരു ബിസിനസ് ഓണറായിരിക്കുമ്പോൾ ഉണ്ടാവേണ്ട എനർജി. അതേപോലെ ആ എനർജി അല്ല നമുക്കൊരു ഓഫീസ് സ്റ്റാഫായിട്ടോ സൂപ്പർവൈസറായിട്ടോ ഒരു ഓഫീസിലെ ഹയർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട എനർജി. ഇങ്ങനെ എനർജികളിൽ ഒരാളുടെ എനർജിക്ക് വ്യത്യാസമുണ്ട്. ഒരു മെൻ ആണ് ബിസിനസിന്റെ ഓണർ എങ്കിൽ അവർക്ക് ഒരു 25, 50, 100, 1000, 2000 സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവേണ്ട എനർജി അല്ല ഒരു സോൾ എന്റർപ്രണറിന് ഉണ്ടാവേണ്ട എനർജി. സ്വയം ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ 10,000 നിയന്ത്രിക്കുന്ന എനർജി ഉണ്ടായാലും നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ എനർജികളിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു കോളേജിൽ പോകുന്ന കുട്ടിക്ക് ഉണ്ടാവേണ്ട എനർജി അല്ല ഒരു പ്രൊഫസർക്ക് ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ഓരോ ആളുടെയും വ്യത്യസ്തമായ എനർജി ലെവലുകളാണ് ആവശ്യം. അത് കൃത്യമായി തന്നെ ഞാൻ അതിനുശേഷം ആ ക്ലാസ്സിൽ അതിന്റെ വരുന്ന ക്ലാസ്സുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓരോ ആൾക്കും ഏത് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച് എനർജി വേണം. അപ്പോൾ ഈ കൊച്ചി പ്രോഗ്രാം നമ്മൾ നടത്താൻ പോകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എലൈൻമെന്റ് ആണ്, വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് 1 തീയതിക്ക് ശേഷം ഞാൻ അതിന് കൃത്യമായി ഓരോ ആളുടെയും വിശകലനം ചെയ്തുകൊണ്ട് അവർക്ക് ഇന്റേണലി കൊടുക്കേണ്ട എനർജിയെ, പ്രാണിക് എനർജിയെ പറ്റിയിട്ടും അതിനുള്ള പ്ലാൻസുകളും നമ്മൾ തയ്യാറാക്കും. അതുകൂടാതെ എക്സ്റ്റേണൽ എനർജി സിസ്റ്റംസ് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാം, എൻ്റെ മുന്നിൽ എൻ്റെ എനർജിയെ ബാലൻസ് ചെയ്യാനായിട്ട് 6 ഘടകങ്ങൾ ഞാൻ നിർത്തിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഇത്രയും മണിക്കൂർ, ഇപ്പൊ ഞാൻ 6 മണിക്കൂർ ഇപ്പൊ ഇത്രയും മണിക്കൂർ ഓഫീസിൽ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഈ എനർജിയിലൂടെ നിന്ന് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഇന്റേണൽ എനർജി 6 ഘടകങ്ങൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് പല പല സിസ്റ്റംസ് ആണ്. വിഗ്രഹങ്ങളാവാം, ക്രിസ്റ്റൽസ് ആവാം, പിരമിഡ്സ് ആവാം, സോൾട്ട് ആവാം, അങ്ങനെ പല ഘടകങ്ങളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
ഒരു കാര്യം വീണ്ടും പറയാം, ഇതെല്ലാം നിങ്ങളുടെ ഇന്റേണൽ എനർജിയുമായി ബന്ധപ്പെട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. നിങ്ങളുടെ ഇന്റേണൽ എനർജി ശരിയാവാത്തടത്തോളം കാലം പുറത്ത് നിങ്ങൾ എന്ത് വാങ്ങിച്ചു വെച്ചാലും യാതൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട സത്യം. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, 18 വർഷമായി ബസ്സിൽ കയറിയിട്ട്, 18 വർഷമായി ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്തിട്ട് പേടിയാണ് ബസ്സിൽ പോകാനായിട്ട്. ഇവിടെ ഉണ്ടോ ആളിപ്പം? ഇല്ലല്ലോ, പോയിട്ടില്ല. മക്കൾ ആരും കൂടെ പോവും, എന്നിട്ട് അവർ കൊണ്ടുപോയി ഓട്ടോ വിളിച്ച് മാത്രമേ പോയി, ദൂരെ യാത്ര പോകില്ല. നമ്മുടെ പ്രാണസ്റ്റോൺ കയ്യിൽ വെച്ചതിന് ശേഷം നമ്മുടെ കൊച്ചി പ്രോഗ്രാമിലേക്ക് ഒറ്റയ്ക്ക് വന്നതാ, ഇടുക്കിയിൽ നിന്ന്. വന്നത് പോയി, അർദ്ധരാത്രിയാണ് തിരിച്ച് അവിടെ എത്തിയത്. ഒരു പേടി ഉണ്ടായിട്ടില്ല, ഒരൊറ്റ സാധനം പിടിച്ച കയ്യിൽ. എനിക്ക് കൂടെ ആളുണ്ട്. ഇന്ന് ഒരാൾ പറഞ്ഞ കാര്യമാണ് എന്നോട്, സാറേ ധൈര്യം എന്ന് പറയുന്നത് എനിക്ക് പണ്ടില്ലാത്ത സംഭവം, പക്ഷെ ഇന്ന് എൻ്റെ ധൈര്യം, സാറിന്റെ ഫോട്ടോ ഞാൻ എൻ്റെ മൊബൈലിൽ വെച്ചിട്ടുണ്ട്. എവിടെ പോകുമ്പോൾ ഞാൻ സാറിനോട് പറയും, ഞാൻ പോവും. തിരിച്ചു വരുമ്പോൾ സുഷിത ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സാറിന് സാറിന് ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ളത്. ആ വിശ്വാസത്തിലൂടെ അവർ ചലിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ മൈൻഡ് പ്രോഗ്രാം. ആ മനസ്സിനെ നിറച്ചു വെക്കുക, അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ പ്രധാന കാര്യം. ഇതെല്ലാം വീണ്ടും പറയുന്നു, മനസ്സിലാക്കണു, ഇതെല്ലാം നിങ്ങളുടെ ഇന്റേണൽ എനർജിയുടെ പ്രതിഫലനം മാത്രമാണ് പുറത്ത് കാണുന്നത്. നിങ്ങൾക്കകത്ത് ഭയമുണ്ടോ? പുറമെ ഒരുപാട് ഭയങ്ങൾ കാണും. നിങ്ങൾക്കകത്ത് ധൈര്യമാണോ? പുറമെ എല്ലാം ധൈര്യപൂർവ്വം സംഭവിക്കും. അത്ര മാത്രം മനസ്സിലാക്കുക. അപ്പൊ അകമയെ മാറ്റപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി എനർജി കാര്യങ്ങൾ കൊച്ചിയിൽ ബുക്ക് ചെയ്യാത്തവർ നേരിട്ട് ബുക്ക് ചെയ്തോളൂ. എല്ലാവരും വരണം, ഇതാക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ടെസ്റ്റ് ചെയ്ത പോലെ പല ടെസ്റ്റുകളും ഇന്ന് നടത്തി നമുക്ക് ഓരോ കാര്യത്തെ വ്യത്യാസം, ഭയമുള്ള ആൾക്കാരുണ്ട്, വിഷയങ്ങളുണ്ട്, എല്ലാവർക്കും അതിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ നൗ. അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? അടുത്തത് കുറച്ച് സമ്പത്തിനെ പറ്റി സംസാരിക്കണം, ബന്ധങ്ങളെ പറ്റി സംസാരിക്കണം. എന്ത് സമ്പത്ത് വേണോ? ആർക്കൊക്കെ സമ്പത്തിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്? സമ്പത്തിനെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ ആഗ്രഹമുള്ളവരുണ്ടോ? ഇല്ല, ആരില്ല. നല്ല കുട്ടികളെല്ലാവരും ഇല്ലേ? സമ്പത്തൊരു വിഷയം മാത്രം, ഒരു ഘടകം മാത്രം. ഓക്കെ, എങ്ങനെയാണ് ഈ ലോട്ടറി അടിക്കുന്നത്? ഓക്കെ, ഇത് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ ഇനി കൊടുക്കാൻ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഈ സൂമിൽ തരുന്ന പല കാര്യങ്ങളും യൂട്യൂബിലേക്ക് ഇനി കൊടുക്കുന്നില്ല എന്നുള്ള കാരണം, നമ്മൾ ഈ യൂട്യൂബിൽ കൊടുക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് സൂമിൽ വെച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ സൂമിൽ നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകൾ പറയും, പക്ഷെ അത് യൂട്യൂബിലേക്ക് പോവില്ല. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം മറ്റൊന്നുമല്ല, ലോട്ടറി ഭാഗ്യം ലഭിച്ചവരെല്ലാവരും സമ്പന്നന്മാരായിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലവട്ടം നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്, പണ്ടത്തെ എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെ തന്നെയായിരുന്നു, ലോട്ടറി അടിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, അതിന് പൈസ കൈ നിൽക്കട്ടെ എന്നുള്ളതാണ്. അതിനെയാണ് തിരുത്തേണ്ടത്. എന്തുകൊണ്ടാണ് ലോട്ടറി അടിച്ചവരെല്ലാവരും സമ്പന്നരായി മാറാത്തതെന്ന് ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ലോട്ടറി അടിച്ച ചോദ്യം എൻ്റെ ഇങ്ങനെയാണ്, ലോട്ടറി അടിച്ചവരെല്ലാവരും സമ്പന്നന്മാരായിട്ടുണ്ടോ? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നോക്കൂ. പണം കിട്ടിയത് കൊണ്ട് ഒരാളും സമ്പന്നനാകുന്നില്ല. നമ്മളിപ്പോ ഒരു 25 വർഷത്തെ സർവീസിൽ നിന്ന് എത്ര ലക്ഷം രൂപ നമ്മൾ ശമ്പളം മേടിച്ചിട്ടുണ്ടാവും? പൈസ തീരെ വരുമാനം ഇല്ലാത്തവരാരും ഇവിടെ ഇല്ലല്ലോ, എല്ലാവർക്കും വരുമാനമുണ്ട്. ആ പൈസയൊക്കെ എങ്ങോട്ട് പോയി? അപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാല്, ഈ പാവപ്പെട്ടവൻ എപ്പോഴും ദാരിദ്ര്യ മെന്റാലിറ്റിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴവനൊരു പിടിവള്ളിക്ക് വേണ്ടി ലോട്ടറിയെ വിശ്വാസപൂർവ്വം എടുക്കുന്നു. എത്ര? ഒരു പ്രാവശ്യമല്ല, 100, 10, 20, 50 പ്രാവശ്യവും വിശ്വാസപൂർവ്വം അവൻ എടുക്കുമ്പോൾ അവൻ ഒരാൾക്ക് അടിക്കുന്നു. ഏതൊരുത്തന്റെ എനർജി ആണോ അതിലേക്ക് അലൈൻമെന്റ് ആവുന്നത്, വിശ്വാസത്തിൽ നിന്നുള്ള എനർജി അലൈൻമെന്റ് ആവുന്ന അവൻ അടിക്കുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ അവിടെയല്ല വരുന്നത്. അടിക്കുന്നത് അടിക്കും. കഴിഞ്ഞ പ്രാവശ്യം രഞ്ജിത്തിന് ലോട്ടറി അടിച്ചു, രഞ്ജിത്തിന് പൈസ കിട്ടിയില്ല കയ്യിലേക്ക്, ലോട്ടറി അടിച്ചു. എന്തുകൊണ്ടാ? ലോട്ടറി അടിക്കുന്ന ഭാഗ്യം വേറെയാണ്, പണം കയ്യിൽ നിർത്തുന്ന ഭാഗ്യം വേറെയാണ്. ഭാഗ്യം എന്നല്ല, ആ കഴിവ് വേറെയാണ്. രണ്ടും രണ്ടാണ്. നമ്മൾ പഠിക്കേണ്ട ആർട്ട്
നിങ്ങൾക്ക് ആർക്കും ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും പൈസ വരാത്ത വിഷയമല്ല യഥാർത്ഥത്തിലുള്ളത്, പൈസയെ മാനേജ് ചെയ്യാൻ അറിയാത്തതാണ്. എഗ്രി എഗ്രി ഓർ നോട്ട് എഗ്രി? പൈസ കിട്ടാത്തതല്ല നമ്മുടെ വിഷയം, പൈസയെ മാനേജ് ചെയ്യാൻ അറിയാത്തതാണ്. എഗ്രി ചെയ്യുന്നവർ പറഞ്ഞു നോക്കിയാൽ. നോട്ട് എഗ്രി പറഞ്ഞു, നോ ഇഷ്യൂസ്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടത് പണം വരുന്നതിനെ പറ്റിയിട്ടാണോ, പണം കൃത്യമായി ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടാണോ? ലോട്ടറി അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ? നല്ല കാര്യം, ആഗ്രഹിച്ചോളൂ. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കിട്ടിയത് എങ്ങനെ ഉപയോഗിക്കും എന്നതിനെ പറ്റി. ഞങ്ങൾ എല്ലാ ബിസിനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റിൽ റിച്ച് ഡാഡ് പുവർ ഡാഡ് അല്ലെങ്കിൽ മണി മാട്രിക്സ് പോലുള്ള എല്ലാ പുസ്തകങ്ങളും, പ്രഗത്ഭരായ എല്ലാവരുടെയും പുസ്തകങ്ങളെ പറയുന്ന ഒരു കാര്യമുണ്ട്. മണി എന്ന് പറയുന്നത് നിങ്ങളുടെ പണത്തെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടാണ് പണം ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ പണിയെടുത്ത് പണം ഉണ്ടാക്കാൻ നിന്നാൽ അതിന് വളരെ ലിമിറ്റഡ് മാത്രമേ സാധ്യതയുള്ളൂ. പണത്തെ കൊണ്ട് ആർക്ക് പണിയെടുപ്പിക്കാൻ പറ്റുന്നു അവൻ മാത്രമേ പണക്കാരനായിട്ടുള്ളൂ. ഇതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ ലോട്ടറി അടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വിഷയം തന്നെയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഹൈ എനർജി ടെസ്റ്റ് ചെയ്തവരോട് 70 എബോവ് പോയിന്റ് കിട്ടിയവരോട് പറഞ്ഞു, നിങ്ങൾക്കാണ് ഇനി പണിയുള്ളത്, മറ്റുള്ളവർ ഇല്ല എന്നുകൊണ്ട് ഉണ്ടാതിരിക്കാം. ഇനി നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ മണിയെ മാനേജ്മെന്റ് പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്താ, നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പഠിക്കണം. മറ്റുള്ളവർ ഇല്ല, എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് എനിക്ക് ഉപയോഗിക്കാൻ പഠിക്കണം, ആദ്യം ഉണ്ടാക്കാൻ പഠിക്കാം, എന്നിട്ട് പഠിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു, 95 പോയിന്റ് കിട്ടിയ ആൾക്കാരുണ്ട്, 100-ലെത്തിയ ആൾക്കാരുണ്ട്. വിഷയം എന്താ? എന്നിട്ട് പൈസ കയ്യിലുണ്ടോ? സാറെ കാശ് വരുന്നുണ്ട്, പക്ഷെ എങ്ങോട്ട് പോകുന്നു അറിയില്ല. എല്ലാം തിയറി എല്ലാം കറക്റ്റാണ്, എവറിത്തിങ് കറക്റ്റ്. പക്ഷെ പോക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വരും, നമുക്ക് ആവശ്യമുണ്ടാകും വരും, പക്ഷെ സമ്പാദിക്കാൻ പറ്റും. ഇനിയാണ് പണി. അവർക്കാണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ വലിയ കോഴ്സ്. എൻ്റെ ഏറ്റവും വലിയ കോഴ്സാണ് മണി മാനിഫെസ്റ്റേഷൻ. ഏറ്റവും വലിയ കോഴ്സ്, തീരില്ല, എൻ്റെ ഇല്ല അതിനകത്ത്. വേറെ എല്ലാ കോഴ്സും എനിക്ക് എൻ്റെ ഉണ്ട്. ഈ ഒരൊറ്റ കാര്യത്തിന് സ്റ്റാർട്ടിങ്ങും ഇല്ല എൻഡിങ്ങും ഇല്ലാത്തൊരു കോഴ്സാണ്. ഞങ്ങൾ കണ്ട് പ്രാക്ടീസ് ചെയ്യാൻ നിന്നിട്ട് എങ്ങനെ തുടങ്ങണം, എങ്ങോട്ട് പോകണം എന്നറിയാം. കാരണം ഓരോ ആൾക്ക് വ്യത്യസ്തമായി പഠിക്കേണ്ട സാധനമാണ്. മണി മാനേജ്മെന്റ് വളരെ കൃത്യമായി പഠിക്കണം. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പണിയുള്ളത്. മറ്റുള്ളവർക്ക് 2000, 3000, 5000, 6000 രൂപ കോഴ്സ് എടുത്താൽ അവർക്കൊക്കെ എങ്ങനെയെങ്കിലും ലെവലൊക്കെ കൊണ്ടുപോകും. ഇത് ഈ സത്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പണം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കാൻ വളരെ എളുപ്പമാണ്. അതിന് വലിയ വിഷയങ്ങളൊന്നുമില്ല. ഒന്ന് മാനിഫെസ്റ്റേഷൻ പഠിച്ചാൽ, ഒന്ന് വിഷ്വലൈസേഷൻ പഠിച്ചാൽ, ഒന്ന് നമ്മൾ ബ്രീത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഒന്ന് എനർജിയൊക്കെ അലൈൻ ചെയ്താലൊക്കെ പണമൊക്കെ നമ്മളിൽ വരും, ഓട്ടോമാറ്റിക് വരും. ഒന്ന് ഇപ്പൊ തന്നെ രാവിലെ 5 AM ക്ലബ്ബ് നമ്മൾ മിറാക്കിൾ മോർണിംഗ് തുടങ്ങി. നിങ്ങൾ നോക്കുക, മിറാക്കിൾ മോർണിംഗിൽ ജോയിൻ ചെയ്ത എല്ലാവരും 2 മാസം കൊണ്ട് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും. അതിലൂടെ ഡബിൾ ഗെയിംസ് ഉണ്ടാക്കുന്നവർക്ക് ഞാൻ പല സക്സസ് സ്റ്റോറി നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. കാരണം രാവിലെ എഴുന്നേറ്റ് നമ്മുടെ എനർജിയൊക്കെ ഒന്ന് ലെവലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 100% നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. ഒരു വിഷയമില്ല. സമ്പത്ത് ഉണ്ടാക്കണോ, നമ്മൾക്ക് വേണ്ട നമ്മുടെ എനർജിയെ ഒന്ന് അപ്പ് ചെയ്യുക, അതിനോടുള്ള എനർജി ബാലൻസ് ചെയ്യുക, പരാതികൾ നിർത്തുക, പരിഭവങ്ങൾ നിർത്തുക, നമ്മുടെ ലോ എനർജി കാര്യങ്ങൾ നിർത്തുമ്പോൾ തന്നെ പണം നമ്മളിൽ ഒഴുകാൻ തുടങ്ങും. പഠിക്കേണ്ട കാര്യം പണത്തെ നിലനിർത്താനാണ്. ലോട്ടറി വിന്നിങ് ഒരു ടെക്നിക്കാണ്, എനർജി അലൈൻമെന്റ് ടെക്നിക്കാണ്. നിങ്ങൾ ഒരു ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ ഈ നമ്പർ എടുക്കണോ, ആ നമ്പർ എടുക്കണോ, ഈ നമ്പർ എടുക്കണോ, മറ്റേ നമ്പർ എടുക്കണോ, ഈ നമ്പർ എടുക്കണോ എന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? നിങ്ങൾ റാൻഡം നമ്പറുകൾ സെലക്ട് ചെയ്യാറുണ്ടോ? ഉണ്ടല്ലോ. ഒറ്റ ആളേലും ഇല്ല, ഇല്ലാത്തവരില്ല, ഉണ്ടവരുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്പറുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ വിശ്വസിക്കുന്നത് ഈ നമ്പറിനാണ് ഭാഗ്യമെന്നല്ലേ? നമ്പറിനാണോ ഭാഗ്യം വേണ്ടത്, നിങ്ങൾക്കാണോ ഭാഗ്യം വേണ്ടത്? എടുക്കുന്ന നിങ്ങൾക്കല്ലേ അടിക്കേണ്ട, ആ നമ്പറിനാണോ അടിക്കേണ്ടത്, നിങ്ങൾക്കാണോ അടിക്കേണ്ടത്? സിമ്പിളാണ് അല്ലേ? ഇവിടെ ആദ്യത്തെ ബിലീഫ്സ് തെറ്റിയേ. വിശ്വാസം എവിടെ നിങ്ങൾക്ക് പരാജയപ്പെടുന്നുവോ അവിടെ ഡൗട്ടിന്റെ എനർജി കയറി വരും. അറിയാതെ കയറി വരില്ലേ? ഡൗട്ടിന്റെ എനർജി കയറി വരുന്ന സമയത്ത് ഞാനിത് കാണിച്ചു തന്നെ. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ അമ്പലപ്പുഴ പോയപ്പോൾ ഞാൻ ലോട്ടറി എടുത്തിട്ട് എല്ലാവർക്കും കൊടുത്ത്, എല്ലാവർക്കും കിട്ടി, ഒരാൾക്ക് മാത്രം കിട്ടിയില്ല. അയാൾ ചോദിച്ച ചോദ്യത്തിൽ ഇതിൽ അടിക്കുമോ എന്ന് ചോദിച്ചു. കറക്റ്റ് പരിപാടി കഴിഞ്ഞു. എൻ്റെ ഭാര്യ,
എന്നെ പറയും ഇതിനടിക്കോ ഇതിനെ ചേട്ടാന്ന് ചോദിച്ചു. അവർക്ക് മാത്രം കിട്ടി, എനിക്കും കിട്ടി, പ്രസീതക്കും കിട്ടി, ബാക്കി എല്ലാവർക്കും കിട്ടി, അവർക്ക് മാത്രം കിട്ടിയില്ല. വാക്കിൽ വലിയ കാര്യമുണ്ട്. ഒരു ചെറിയ വാക്ക് മതി അടിക്കരുത് നല്ല കേട്ടോ. ഇത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. പലവട്ടം എൻ്റെ വൈഫിൽ പലവട്ടം കഴിഞ്ഞ പ്രാവശ്യം ഡയമണ്ട് അടക്കം അടിച്ചിരുന്നു നോക്കാം. ഒറ്റ കാര്യമുള്ളൂ, വന്ന് കൂപ്പൺ അടിച്ചപ്പോൾ ഞാൻ നോക്കി പറഞ്ഞു ഇതിനിപ്പോൾ അടിക്കോട്ടോ, ചെക്ക് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അതിനകത്ത് അടിച്ചിട്ടുണ്ട്. നമ്പറൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്പറുകളൊന്നും അല്ല കാര്യം, നമ്പറുകളല്ല. നിങ്ങൾക്ക് ഇതിനെന്താ, നിങ്ങളുടെ എനർജിയും ആ വരുന്ന എനർജിയുമായി അലൈൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു, വിത്തൗട്ട് എനി സീറോ ഡൗട്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ എനർജി ഇത് നിങ്ങൾ പഠിക്കണം. ഈ സാധനം നിങ്ങൾ, ഇതിപ്പോ ഞാൻ ഒരു പോയിന്റ് മാത്രമേ പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോയിന്റ് വാവ് ആണോ, നിങ്ങൾക്ക് അടിപൊളിയാണോ? ഞാൻ പറഞ്ഞ ഈ പോയിന്റ് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ? അടിപൊളിയാണെന്ന് പറഞ്ഞൊക്കെ വാവ് ഇത് സൂപ്പർ പോയിന്റ് ആണ്. ഇതിപ്പോ സൂപ്പർ പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ പഠിക്കാനുണ്ട് കുട്ടിയെ. എന്താ ആ ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പഠിക്കാനുണ്ട് കുട്ടിയെ എന്ന് പറയില്ലേ. അങ്ങനെ ചില കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മളെ വൈബ്രേഷൻസ് ഒന്ന് സെറ്റ് ചെയ്യണം. എന്തിനാ? ലോട്ടറി എടുക്കുന്നത് എല്ലാവർക്കും 100 രൂപ 25 രൂപ 50 രൂപ കിട്ടിയ ലോട്ടറി കിട്ടും, അടിക്കുകയും ചെയ്യും. ആർക്കെങ്കിലുമൊക്കെ അടിക്കും. പക്ഷെ നമുക്ക് അടിക്കണമെങ്കിൽ നമ്മൾ അതിനോട്, ഒരു ലോട്ടറി നിങ്ങൾ എടുത്തു അടിച്ചു എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? പലരും ലോട്ടറി എടുത്തു കഴിഞ്ഞിട്ട് അവർ പറയും, ഫോൺ വിളിച്ച് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചത്, അയ്യോ എനിക്കോ, അയ്യോ അതെന്താ എനിക്ക് അടിച്ചത് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്താ അതിന്റെ അർത്ഥം? ലോട്ടറി എടുത്തത് ഞാൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ എന്നെ ലോട്ടറി അടിച്ചെന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയും, ഞാനത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പിന്നെ പ്രതീക്ഷിക്കാതെയാണോ നീ പോയി ലോട്ടറി എടുത്തത്? അല്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അത് ശീലിച്ചു പോയത് കൊണ്ടാണ്. ലോട്ടറി എടുക്കുന്നവൻ അവൻ അടിക്കാൻ വേണ്ടിയാണല്ലോ എടുത്തത്. അവൻ ആ ലോട്ടറി അടിക്കുന്ന സമയം അറിയാം, ആൾ വിളിക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത കാര്യമാണ് അവിടെ. ലോട്ടറി അടിക്കുമ്പോൾ എങ്ങനെ എങ്ങനെ ലോട്ടറി അടിക്കുമ്പോൾ എങ്ങനെ നമ്മളോട് പ്രതികരിക്കണം എന്ന് നമ്മൾ റിഹേഴ്സ് ചെയ്തെടുത്തത് അവിടെ. പലരും കണ്ടിട്ടില്ലേ? എളിമയൊന്നും അല്ല അതിന് പറയുന്നത്, മഹിമയും എളിമയൊന്നും അല്ലാതെ അത് അങ്ങനെ ഒരു സ്വഭാവമായി പോയതുകൊണ്ട്. എന്ന് വെച്ചാൽ അതൊന്നും ഇല്ലാതെ ലോട്ടറി അടിക്കില്ല എന്നല്ല കേട്ടോ. പക്ഷെ ആ എനർജി അവർക്ക് ഗുണകരമായി മാറില്ല. ആ എളിമയിൽ എന്താ സംഭവിക്കുന്നറിയോ? എത്ര പേർക്ക് അവൻ ആ പൈസ വീതിച്ചു കൊടുത്തു കളയുന്നറിയോ? ആ എളിമയിൽ തന്നെ. കാരണം അവനതിന് വാല്യൂ ഇല്ലല്ലോ. വാല്യൂ ഉള്ളവനെ കയറി പിടിച്ചു വെക്കും. 30 കോടി രൂപ 30 കോടി രൂപ നിങ്ങൾക്ക് അടുത്ത ലോട്ടറി അടിക്കുകയാണ്, കരുതിക്കോ. നിങ്ങൾക്ക് ഈ 30 കോടി രൂപയും കൈ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ടോ എന്ന് പറഞ്ഞു. ഒരാൾക്ക് ഞാൻ 1 രൂപ കൊടുക്കത്തില്ല, ഒരാൾക്ക് ഞാൻ കൊടുക്കത്തില്ല, ഞാൻ മാത്രം ഉപയോഗിക്കും. ഇവിടെ പറയാൻ എളുപ്പമാണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാം പറയാൻ എളുപ്പമാണ്. ആദ്യം വിചാരിക്കുക, എൻ്റെ മരുമകൾക്ക്, എൻ്റെ അമ്മായിയപ്പന്, എൻ്റെ അമ്മായി അമ്മക്ക്, അവർക്ക് ഇങ്ങോട്ട് അങ്ങോട്ട്. എൻ്റെ പണ്ടവര് ചെറുപ്പത്തിൽ 1 രൂപ തന്ന് സഹായിച്ചതാ. അതുകൊണ്ട് ഞാൻ ഇന്നൊരു 10 ലക്ഷം കൊടുക്കണ്ടേ? പണത്തിന് ഒരു വിഷയം, പണത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുന്നു, അത് ആർക്ക് വേണ്ടിയിട്ടാണ് പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ മറ്റുള്ളവന് വേണ്ടിയിട്ടാണോ? മറ്റുള്ളവന് വേണ്ടിയിട്ടാണെങ്കിൽ ആ പണത്തിന് എന്തുകൊണ്ട് അവരുടെ അടുത്ത് നേരിട്ട് പോകാൻ പറ്റില്ല? നിങ്ങളിലേക്ക് വന്ന അതേ വഴിയിലൂടെ അവൻ്റെ അടുത്ത് പോകാൻ പറ്റില്ലേ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു, ആ അതിഥി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയുന്നു, അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞു കേട്ടോ ഞാനവിടെ വന്നിട്ടുണ്ടെന്ന്, അവർ വേണം ഇങ്ങോട്ട് വരട്ടെ. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ആ അതിഥിക്ക് മറ്റേ വീട്ടിൽ പോകാൻ താല്പര്യമില്ല എന്നല്ലേ അതിന്റെ പ്രത്യക്ഷമായ അർത്ഥം. അപ്പൊ നിങ്ങൾ പറയാം, അല്ല കേട്ടോ അങ്ങനെ ആവില്ല കേട്ടോ, വാ നീ വാ നമുക്ക് കെട്ടിപ്പിടിച്ച് അങ്ങോട്ടൊക്കെ പോവാം, അപ്പുറത്തെ വീട്ടിലേക്ക്. അവനെ വലിച്ചു കൊണ്ടുവന്നു. അവരുടെ ആ അവസ്ഥ എന്തായിരിക്കും ആ വീട്ടിലെത്തുമ്പോൾ? ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തായിരിക്കും? നിങ്ങളോടുള്ള സ്നേഹവും പോകും അല്ലെ? ചെയ്യാറുണ്ടല്ലോ നിങ്ങളല്ലേ? ചെയ്യാറുണ്ട്. നിങ്ങളെ വീട്ടിലേക്ക് വന്ന് നിങ്ങളെ ബന്ധുവിനെ നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങൾ അനിയന്റെ ഏട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ വരെ ഒന്ന് പോയിട്ട് ഇല്ലേ? പണത്തിന് അങ്ങോട്ട് പോയപ്പോരെ, അതിനറിയില്ലേ അങ്ങോട്ട് പോകാനായിട്ട്. എന്തിനിപ്പോ നിങ്ങൾ കൊടുക്കണ്ട എന്നല്ല ഉദ്ദേശിച്ചേട്ടോ. ആ പണത്തോട് നീ വേഗം അങ്ങോട്ട് പൊക്കോന്ന് പറയുന്നതിന് പകരം അവനെ അവിടെ നിർത്തിക്കൊണ്ട് അവനെ കൊണ്ട് തന്നെ കുറച്ച് പേരെ കൂടെ കൊണ്ടുവരിച്ചിട്ട് ആ കൊണ്ടുവന്ന പൈസ കൊടുക്കും. മണി, മേക്ക് മണി വിത്ത് മണി ആൻഡ് സർവ് ദ പീപ്പിൾ.
ഹാപ്പിനെസ് മാസ്റ്ററിയുടെ യൂട്യൂബ് ചാനൽ ഇത്രയും കാലം കണ്ടിട്ട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് 0 റിസൾട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് ഞങ്ങളുടെ അഡ്മിനെ വിളിക്കണം. നിങ്ങളെ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട്. അതിനുള്ളവർ ആരെങ്കിലും ഉണ്ട്. പബ്ലിക് ചലഞ്ചാണ്. എനിക്ക് ഒരു മാറ്റവും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതായത് സൂം ക്ലാസ്സിലുള്ളവരില്ല. ഓക്കെ, സന്തോഷവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഓഗസ്റ്റ് 17-ാം തീയതിയാണ് നമ്മുടെ ഹാപ്പിനെസ് ചാരിറ്റിയുടെ ഫസ്റ്റ് വീട് നമ്മൾ നൽകുന്നത്. നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടു കൂടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീട് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അതിൻ്റെ ഫോട്ടോ. നിങ്ങൾ ഒരുപാട് ആൾക്കാർ സഹകരിച്ചിട്ട് ഇന്ന് നമ്മുടെ ലീന ടീച്ചർ എനിക്ക് നാട്ടിൽ പോകുന്നതിന് മുമ്പ് 50,000 രൂപയാണ് വീടിന് വേണ്ടി നമുക്ക് സംഭാവന നൽകിയത്. ലീന ടീച്ചർ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു. ഇത്രയും ആത്മാർത്ഥമായ മനസ്സ് നിങ്ങൾക്കുള്ളത്, ഐ ആം വെരി മച്ച് ഹാപ്പി. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നമ്മുടെ ക്ലാസ്സിൽ വരുന്നത് വളരെ സന്തോഷം. ഇതാണ് നമ്മൾ കൊടുക്കുന്ന വീട്. തിരുവനന്തപുരത്താണ് വീട് റെഡിയാക്കിയിരിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ പുതിയ മേൽവിലാസം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് അതിനകത്തുണ്ട്. നമുക്ക് ചാരിറ്റി ഒരു കമ്മിറ്റി ഉണ്ട്, ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട് നമുക്ക്. ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് അവരെല്ലാവരും മാസാമാസം ഒരു നിശ്ചിത തുക കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കുറേയൊക്കെ കാശുണ്ടാക്കി. പിന്നെ പബ്ലിക് ഇത് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലീന ടീച്ചറെ പോലുള്ള കുറച്ച് ആൾക്കാർ നല്ല തുകകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ സമയത്ത്, നിങ്ങളുടെ ചെറിയ കോൺട്രിബ്യൂഷൻ പോലും ഇറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഫോർ മീ. കാരണം നല്ലൊരു എമൗണ്ട്, നിങ്ങൾക്കറിയാലോ, വീട് ഇപ്പം ഇത്രയും ഉള്ള വീടുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഒരു ചെറിയ എമൗണ്ട് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ചെറിയ വീടല്ല നമ്മൾ നൽകിയിരിക്കുന്നത്. ഏകദേശം 2000-ഓളം സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 2 നില. അകത്തെ എല്ലാം കംപ്ലീറ്റ് വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് പ്രൈം ലൊക്കേഷനിലാണ്. അപ്പോൾ ഓഗസ്റ്റ് ഇപ്പം തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഓഗസ്റ്റ് 17-ാം തീയതി ഞാൻ നാട്ടിലുണ്ടാവും. നിങ്ങളെല്ലാവരും ഫംഗ്ഷനിൽ വരണം. അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും. നമ്മൾ ചാരിറ്റി ട്രസ്റ്റിൻ്റെ അണ്ടറിലായിരിക്കും പ്രോഗ്രാംസ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്കാണ് നൽകിയിരിക്കുന്നത്. പല വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ആള്, അവരുടെ ഫാമിലി വിഷയങ്ങളും ഒക്കെ 2-3 വീട് വെച്ചിട്ട് അതിലൊന്നും താമസിക്കാൻ പറ്റാതെ ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെറിയതും വലുതുമായ കോൺട്രിബ്യൂഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വരും ഗ്രൂപ്പുകളിൽ QR കോഡായിട്ടും മറ്റും തരും. എത്ര 100, 500, 2000, 10,000, ലക്ഷം എത്ര തന്നാലും സന്തോഷമാണ്. ഇത് കഴിഞ്ഞ് 2027 അടുത്ത വീടും കൊടുക്കണം. 1 വർഷം ഒരു വീട് എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി. അടുത്ത വർഷം നമ്മൾ കൊടുക്കും. ഇതെല്ലാം നിങ്ങൾ തരുന്ന കാശിൽ നിന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ കോഴ്സിനും നിങ്ങൾ തരുന്ന എമൗണ്ടിൽ നിന്നും ഒരു കോൺട്രിബ്യൂഷൻസ് നമുക്കുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ സാധാരണ ആൾക്കാരെ കൂടി 10-20 ആൾക്കാരെ എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാവും? നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് എത്രയേ ആയിട്ടുള്ളൂ? 1 വർഷം ഹാർഡ്ലി നമ്മൾ 6 മാസം 7 മാസം മറ്റേ ആയിട്ടുള്ളൂ ചാരിറ്റി ട്രസ്റ്റ് രൂപീകരിച്ചിട്ട്. ചെറിയൊരു പൈസയാണ് നമുക്ക് നമ്മളായിട്ട് കോൺട്രിബ്യൂട്ട്. 25 ആൾക്കാരുണ്ട് ട്രസ്റ്റിനകത്ത്. 1000-2000 രൂപയൊക്കെ അല്ലേ മാക്സിമം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു തുക അവിടെ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങളെ പോലുള്ള ആൾക്കാർ നൽകിയാണ്. ഇനി നിങ്ങൾ ഓരോരുത്തരുടെയും ലോട്ടറി അടിച്ചവരോടൊക്കെ പറയാനുള്ള കാര്യം, നിങ്ങൾ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ലോട്ടറി അടിച്ചുമ്പോൾ നിങ്ങളൊരു 10%, 15% അതിനകത്തൊന്ന് ചാരിറ്റിക്ക് വേണ്ടി അയച്ചു തന്നോളൂ. സോ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം മതി. നിങ്ങൾ സന്തോഷപൂർവ്വം ആ കാശ് നിങ്ങൾ സന്തോഷപൂർവ്വം നൽകിയാൽ മാത്രം മതി. തിരുവനന്തപുരത്തുള്ളവരെല്ലാവരും വന്നേക്കണേ.